back to Bosco Campus Vision. Today we are discussing the subject Labor Law and Industrial Relation of S5 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the topic the principles of industrial discipline, or we can say the essentials of good disciplinary system. So last class or last session we discussed the statutory provisions regarding discipline, and now we can discuss the principles or essentials of a good disciplinary system. So these are the principles or essentials of a disciplinary system, that is knowledge of rule, prompt action, fair action, well-defined procedure, constructive approach, and the sixth is review and revision. So the first is knowledge of rules, that is both the supervisor and the worker should clearly understand the rules and regulations of the organization. So for this purpose, the organization should develop a code of discipline in cooperation with the workers. So this code should be in writing the rules, or this code should contain in writing the rules, regulations and procedure considered necessary to maintain discipline. So they must be known to all concerned along with the punishment of their violations. So code of discipline should be published in employee handbook. So first is knowledge of rules, അതായത് ഓർഗനൈസേഷൻസിലെ നിയമങ്ങളെ പറ്റിയുള്ള അറിവ്. That is both the supervisor and the worker should clearly understand the rules and regulations of the organization. So the code of discipline should be published in the handbook of employees. Or we can say is that this code should contain in writing the rules, regulations or procedures considered necessary to maintain discipline. And so they must be know all concerned along with the punishment of their violations. അപ്പോൾ ഫസ്റ്റ് നോളജ് ഓഫ് റൂൾസിൽ പറയുന്നത് എന്താണ്? ഓർഗനൈസേഷനിലെ സൂപ്പർവൈസേഴ്സ് ആൻഡ് ദ വർക്കേഴ്സ് രണ്ട് കൂട്ടരും റൂൾസും റെഗുലേഷൻസിനെ പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ഒരു കോഡ് ഓഫ് ഡിസിപ്ലിൻ്റെ ഉദ്ദേശം എന്താണ്? ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമ്മുടെ കോളേജിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത്ര മണിക്ക് ക്ലാസ് തുടങ്ങും, ഒരു അവർ തീരുന്ന ഓരോ മണിക്കൂർ കഴിയുമ്പോൾ നമുക്കറിയാം ഒരു അവർ ഒരു മണിക്കൂറാണ്, എത്ര മണിക്ക് നമുക്ക് അല്ലെങ്കിൽ ക്ലാസ് തീരുന്ന ഇത്ര സമയത്താണ്, ഉച്ചയ്ക്കത്തെ ബ്രേക്ക് കഴിഞ്ഞ് ഇത്ര മണിക്ക് കയറണം, ഒരു ദിവസം ലീവ് എടുത്താൽ നമുക്ക് ലീവ് ലെറ്റേഴ്സ് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ കോളേജിൻ്റേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എന്തിനാണ് ഈ കോഡ് ഓഫ് ഡിസിപ്ലിൻ്റെ ഉദ്ദേശം എന്താണ്? കോപ്പറേഷൻ ഓഫ് ദി വർക്കേഴ്സ് ആൻഡ് ദി സ്റ്റുഡൻസ്. അപ്പോൾ അതുപോലെയാണ് ഒരു ഓർഗനൈസേഷനിൽ സൂപ്പർവൈസർ ആൻഡ് ദി വർക്കേഴ്സ് ഷുഡ് അവെയർ ഓഫ് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ഷുഡ് ബി കൺസേൺ വിത്ത് ഓൾ ദ പണിഷ്മെൻറ്റ്സ് ഓഫ് ദ വയലേഷൻ. ഇനി ഈ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എംപ്ലോയീസോ അല്ലെങ്കിൽ അവിടുത്തെ സൂപ്പർവൈസേഴ്സോ ആരെങ്കിലും നീങ്ങിയാൽ, ഒരു ഓർഗനൈസേഷൻ്റെ കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്താണെന്ന് നമുക്കറിയാം, അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ ചെയ്താൽ അതിനുള്ള പണിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ വയലേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മേജർ മൈനർ പണിഷ്മെൻറ്റ്സ് എന്താണെന്നും ഓരോ എംപ്ലോയിയും അറിഞ്ഞിരിക്കണം. ആൻഡ് ദ കോഡ് ഓഫ് ഡിസിപ്ലിൻ ഷുഡ് ബി പബ്ലിഷ്ഡ് ഇൻ ദ എംപ്ലോയി ഹാൻഡ് ബുക്ക്. ഈ കോഡ് ഓഫ് ഡിസിപ്ലിൻ ഒരു ദിവസം കൊണ്ട് നമ്മുടെ പറഞ്ഞാലും നമ്മുടെ മനസ്സിലിരിക്കത്തില്ല ചിലപ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എംപ്ലോയീസിന് ഹാൻഡ് ബുക്ക് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ പബ്ലിഷ് ചെയ്തിരിക്കണം. അപ്പം ഇപ്പോൾ ഒരു ലീവ് എടുക്കണം, അല്ലെങ്കിൽ പറയാതെ ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തന്നെ അറിയാം എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഒരു ദിവസം ഒരു ലീവ് എടുക്കണമെങ്കിൽ തന്നെ പ്രൊസീജിയർ എന്താണെന്ന് അറിയാം. എങ്കിൽ നമ്മൾ ഈ ഹാൻഡ് ബുക്കിൽ നോക്കിയാൽ നമുക്കറിയാം ഇതാണ് ഓർഗനൈസേഷൻ്റെ റൂൾ. അപ്പോൾ ആ ഹാൻഡ് ബുക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആ റൂൾസ് പാലിക്കാം. So the knowledge of rules means that both the supervisor and the worker should clearly understand the rules and regulations of the organization, and it should be develop a code of discipline in cooperation with the workers. And so this code should contain in writing the rule, regulations and procedure concerning the necessary to maintain discipline, and there must be known to all concerned along with the punishment for their violation, and it should be published in the employee handbook. Clear with the point? Second is prompt action, that is all violations and misconduct should be promptly inquired into. So when the penalty is imposed immediately after the misconduct, the offender identify the punishment with the act he has committed. Therefore, he tried to avoid the offense in future.
So the punishment should not be delayed, otherwise it will lose effect. Prompt action, it means that all the violations and misconduct should be promptly inquired into. And so the offender identify the punishment with the act he committed. അപ്പം പ്രോംപ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത്, ഒരു തെറ്റ് കണ്ടാൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ളൊരു ശിക്ഷ കൊടുത്തിരിക്കണം. ഇനി അത് സാരമില്ല, നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ എന്താണ്, നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ, ആറിയ കഴിഞ്ഞ് പഴങ്കഞ്ഞി എന്ന് പറയുന്ന പോലെ ആയിപ്പോൾ. സോ ദ വയലേഷൻസ് ആൻഡ് മിസ്കണ്ടക്ട് ഷുഡ് ബി പ്രോംപ്റ്റ്ലി. അപ്പം കറക്റ്റായിട്ട് ആ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ വയലേഷൻ എപ്പം നടന്നോ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് അന്വേഷിക്കുക, ഒരു എൻക്വയറി ചെയ്യുക. സോ വെൻ ദ പെനാൽറ്റി ഈസ് ഇമ്പോസ്ഡ് ഇമ്മീഡിയറ്റ്ലി, എന്നിട്ട് എന്ത് ചെയ്യണം, കൊടുക്കേണ്ട ശിക്ഷ പെട്ടെന്ന് തന്നെ നമ്മളത് കൊടുക്കുക. ആഫ്റ്റർ ദ മിസ്കോണ്ടാക്ട്, ദാറ്റ് ദ ഒഫൻഡർ ഐഡൻറ്റിഫൈ ദ പണിഷ്മെൻറ്റ് വിത്ത് ദ ആക്ട് ഹി ഹാസ് കമ്മിറ്റ്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ കുറ്റം ചെയ്ത വ്യക്തിക്ക് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എനിക്ക് കിട്ടിയ ശിക്ഷ എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ ശിക്ഷ കിട്ടിയത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും. ദെയർഫോർ ഹി ട്രൈ ടു അവോയ്ഡ് ദ ഒഫൻസ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഒരു പണിഷ്മെൻറ്റ് നമുക്കാണെങ്കിലും വീട്ടിൽ ചെറിയ തെറ്റുകളൊക്കെ വരുമ്പോൾ വീട്ടിൽ പപ്പയോ അമ്മയോ ആരെങ്കിലുമൊക്കെ അടിക്കാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ വഴക്ക് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആ വഴക്ക് പറയുന്നത് എന്തിനാണ്, ഫ്യൂച്ചറിൽ ആ സെയിം ഒഫൻസ് നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ. അപ്പോൾ അത് തന്നെയാണ് ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നത്. എന്താണ്, ദേ ട്രൈ ടു അവോയ്ഡ് ദി offense in future. So punishment should not be delayed, other it will lose its effects. അപ്പോൾ ഒരിക്കലും പണിഷ്മെൻറ്റ് ഡിലേ വരുത്തരുത്. ഇന്ന് ചെയ്ത തെറ്റിന് നാളെ അല്ല നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. പകരം എന്താണ്, തെറ്റെപ്പോൾ കണ്ടോ അന്നേരം തന്നെ ചോദ്യം ചെയ്ത് അതിന് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കണം. Then third is fair action. So all acts of indiscipline should be punished constantly and uniformly. So all persons should receive the same punishment for the same offense. If different rules were applied to different person, management would be accused of favoritism. So the disciplinary system should be based on the principle of natural justice. So there should be fair treatment to all without any bias or prejudice. So punishment should be decided after enquiry and the worker should be given the opportunity to explain his action. So here we can say is that the fair action means that all persons should receive the same punishment for the same offense. If different rules were applied in different person, management would be the accused of favoritism. ഇപ്പോൾ ഒരു ഫെയർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലേ, ഒരു പണിഷ്മെൻറ്റ് ഓർഗനൈസേഷനിൽ ഇപ്പോൾ നമ്മൾ മേജർ പണിഷ്മെൻറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തെറ്റ് കാണിച്ചാൽ ആ തെറ്റ് ചെയ്യുന്ന ഏത് വ്യക്തിയും ഏത് ലെവൽസിലുള്ള എംപ്ലോയി ആണെങ്കിലും ഒരേ ശിക്ഷ തന്നെ. ഇപ്പോൾ ലോ ലെവലിൽ നിൽക്കുന്ന ഒരു ലേബർ ഒരു തെറ്റ് ചെയ്തു, അയാൾക്ക് കിട്ടിയ പണിഷ്മെൻറ്റ് ഒരു 3 days സസ്പെൻഷൻ ആയിരുന്നു എങ്കിൽ ആ സെയിം തെറ്റ് ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോ മിഡിൽ ലെവലിൽ ഇരിക്കുന്ന വ്യക്തിയോ ചെയ്താലും സെയിം പണിഷ്മെൻറ്റ് തന്നെ കൊടുത്തിരിക്കണം. So the act of indiscipline should be punished constantly and uniformly. So the person should receive the same punishment for the same offense. If the different rules were applied to the different person, management will be accused of favoritism. അപ്പോൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി ചെയ്യുമ്പോൾ ഒരു പണിഷ്മെൻറ്റ്, വേറൊരു വ്യക്തി ചെയ്യുമ്പോൾ വേറൊരു പണിഷ്മെൻറ്റ്, അങ്ങനെ ആവരുത്. എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം, ഒരേ രീതിയിലുള്ള പണിഷ്മെൻറ്റ്സ് കൊടുക്കുക. So there should be fair treatment to all without any bias or prejudice. So the punishment should be decided after enquiry. പണിഷ്മെൻറ്റ്സ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എൻക്വയറി നടത്തണം, ഇവൻ തെറ്റുകാരനാണോ ഇല്ലയോ. ആൻഡ് ദ വർക്കർ ഷുഡ് ബി ഗിവൺ ദ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലെയിൻ ഹിസ് ആക്ഷൻ. അതിനോടൊപ്പം തന്നെ എന്താണ്, തെറ്റ് ചെയ്ത വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാനൊരു അവകാശമുണ്ടല്ലേ. അപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സമയമില്ലേ. കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നല്ല. പകരം എന്താണ്, ഒരു അന്വേഷണം നടത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളൊരു അവസരം, ആ ഭാഗം കൂടെ കേട്ടിട്ട് വേണം നമ്മൾ ആ പണിഷ്മെൻറ്റ് തീരുമാനിക്കാൻ. സോ ക്ലിയർ വിത്ത് ദി പോയിന്റ് ഇസ് വെൽ ഡിഫൈൻഡ് പ്രൊസീജിയർ. So the procedure to be used for disciplinary action should be clearly laid out. So definite and precise provisions for appeal and review for all disciplinary action should be provided for. The authority for taking disciplinary action should be vested in a responsible officer, preferably the immediate boss. So the employee should be told the reason for action taken against him, and the action should be taken in private. So well-defined procedures, it means that the procedure should be used for a disciplinary action should be clearly laid out.
and the authority for taking disciplinary action should be vested on a responsible officer, that is an immediate boss, or it may be taken in private. അപ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷണൽ ഡിസിപ്ലിനറി ആക്ഷൻ, അതായത് ഇൻഡിസിപ്ലിൻ ഉണ്ടായാൽ ആ ഡിസിപ്ലിനറി ആക്ഷൻ എങ്ങനെയായിരിക്കണം, ഒരു പ്രൊസീജിയർ ഉണ്ടാവണം അല്ലേ, ആ പ്രൊസീജിയർ അനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മളത് നീങ്ങേണ്ടത്. ആൻഡ് സോ ഡെഫിനിറ്റ് ആൻഡ് പ്രിസൈസ് പ്രൊവിഷൻ ഫോർ അപ്പീൽ ആൻഡ് റിവ്യൂ ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് എങ്ങനെ ഡെഫിനിറ്റ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, അതായത് ഒരുപാട് വലിച്ചു നീട്ടാതെ, പിന്നെ അതിനകത്ത് എന്താണ് ഒരു അപ്പീൽ അല്ലെങ്കിൽ ഒരു റിവ്യൂ നടത്താനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. ഈ ഡിസിപ്ലിനറി ആക്ഷൻസ് ഇല്ലേ, അതിൻ്റെ ഉത്തരവാദിത്തം ഒരു റെസ്പോൺസിബിൾ ഓഫീസർ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒരു ഇമീഡിയറ്റ് ബോസ് ഇല്ലേ, തന്നെ തൊട്ട് മുകളിൽ നിൽക്കുന്ന സൂപ്പർവൈസർ ആരാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എന്താ പറയുക, ഒരു ഇമീഡിയറ്റ് ബോസ് എന്ന് പറയാം. ആൻഡ് ദ എംപ്ലോയി ഷുഡ് ബി ടോൾഡ് ദ റീസൺ ഫോർ ആക്ഷൻ. എന്നിട്ട് ഇത് ഇൻഡിസിപ്ലിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ, ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് നിനക്ക് ഈ പണിഷ്മെൻറ്റ് കിട്ടിയതെന്നും, അതുപോലെ തന്നെ ഈ പണിഷ്മെൻറ്റ് അത് പ്രൈവറ്റ് എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ല, പകരം എന്താണ് രഹസ്യമായിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് ആ വ്യക്തിയോട് പറഞ്ഞ് അതിനുള്ള ശിക്ഷാ നടപടികൾ നമ്മൾ എടുത്തിരിക്കണം. സോ എ വെൽ ഡിഫൈൻഡ് പ്രൊസീജിയർ ഷുഡ് ബി മെയിൻറ്റെയിൻ ഇൻ ദി ഡിസിപ്ലിനറി ആക്ഷൻ. നെക്സ്റ്റ് ഈസ് constructive approach. That is, the disciplinary system should be as far as possible preventive rather than punitive. That is, focus should be on preventing violations rather than on administering penalties. So this is necessary to ensure that infringement of rules and regulations are not frequent. That is, self-discipline is the best form of discipline, and management should encourage such sense of discipline among employees. So after taking disciplinary action, the supervisor must assume a normal attitude towards the worker. Or a constructive attitude. It means that it should focus on preventing violations rather than administrating penalty. So a self-discipline is the best form of discipline, and the management should encourage such sense of discipline among employees. So after taking the disciplinary action, the supervisor must assume a normal attitude towards the worker. ഒരു കൺസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷനിൽ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ഇൻഡിസിപ്ലിൻ വരാതിരിക്കുക അല്ലേ, പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ഒരു ആക്ഷൻ വന്ന് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് വരാതിരിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാം. സോ ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ പ്രിവെൻറ്റിങ് വയലേഷൻസ് റാദർ ദാൻ അപ്പോൾ ഒരു പെനാൽറ്റി ഓർഗനൈസേഷൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ഇൻഡിസിപ്ലിനോ കൈൻഡ്സ് അല്ലേ പലതരത്തിലുള്ള പണിഷ്മെൻറ്റ്സ് ഉണ്ട്, മേജറും മൈനറും. പക്ഷേ ഒരിക്കലും അത് എംപ്ലോയിയുടെ പുറത്ത് ഇമ്പോസ് ചെയ്യാതിരിക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇസ് ദ ബെസ്റ്റ് ഡിസിപ്ലിൻ. ഓർഗനൈസേഷൻ ആണെങ്കിൽ എംപ്ലോയീസ് ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണം, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു പ്രൊവിഷൻ വരികയില്ല. ആൻഡ് സോ ദ മാനേജ്മെൻറ്റ് ഷുഡ് എൻകറേജ് സെൻസ് ഓഫ് ഡിസിപ്ലിൻ. അങ്ങനെയാണെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ ആ ഡിസിപ്ലിൻ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എഫേർട്ട് എടുക്കുക. So after taking disciplinary action, the supervisor must assume a normal attitude toward the workers. In case എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ ഒരു സൂപ്പർവൈസർ എടുത്തു എങ്കിൽ അതിനുശേഷം ആ വർക്കറിനെ കാണുമ്പോൾ നീ തെറ്റുകാരനാണ് അല്ലെങ്കിൽ നീ അന്ന് അങ്ങനെ തെറ്റ് ചെയ്തില്ല എന്ന് പറയാതെ he can assume a normal attitude toward the worker. വർക്കറിനോട് സാധാരണ എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ പെരുമാറിയിരിക്കണം. And the last is review and revision. So all rules and regulations should be apprised at regular intervals and to ensure that they are appropriate to the changing times. So if a particular rule is violated time and again, it should be thoroughly studied to discover and remove the cause of such violations. So here the review and revisions mean that there is a frequent appraisal or a regular interval. The rules and regulations should be apprised. So if a particular rule is violated time again,
violated time and again it should be thoroughly studied. അപ്പോൾ റിവ്യൂ ആൻഡ് റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നമ്മൾ എപ്പോഴും വിലയിരുത്തണം. അതായത് ചില റൂൾസിനെ സ്ഥിരമായിട്ട് ആൾക്കാർ ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ അതിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ എന്താണ് ആ ഡിസിപ്ലിനെ എടുത്ത് സ്റ്റഡി ചെയ്യണം. എന്തുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇത്രയും ആൾക്കാർ തെറ്റ് കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വയലേറ്റ് ചെയ്യുന്നു. അപ്പം വേണമെങ്കിൽ നമുക്ക് ആ റൂൾസിൽ ഒരു അമെൻമെൻറ്റ്സ് അല്ലെങ്കിൽ അതിന് ഭേദഗതി വരുത്താം. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ 50 വ്യക്തികളെ എടുക്കുകയാണെങ്കിൽ അതിലൊരു 20 പേരും ഒരേ തെറ്റുകൾ തന്നെയാണ് പലപ്പോഴായിട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ റൂൾസിനെ നമ്മൾ എംപ്ലോയർ എന്ത് ചെയ്യണം? എടുത്ത് പഠിക്കണം. എന്തുകൊണ്ട് ആ ഒരു റൂൾസിനകത്ത് ഇത്രയും ആൾക്കാർ തെറ്റ് സംഭവിച്ചു? അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ആ റൂൾസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് അമെൻഡ് ചെയ്യാം. അപ്പം ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ആ മാറ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇൻഡിസിപ്ലിനെ ഡിസിപ്ലിനാക്കി മാറ്റാം. So the first element in a discipline system is the establishment of work and behavior rule. അപ്പം ഏതൊരു ഡിസിപ്ലിൻ ഇല്ല അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിപ്ലിൻ സിസ്റ്റം തന്നെ എങ്ങനെയാണ്? തൻ്റെ വർക്കും ആ ബിഹേവിയർ റൂളും തമ്മിൽ മാച്ച് ആവണം. ആൻഡ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി റൂൾസ് ടു ദി എംപ്ലോയി. രണ്ടാമത്തെ ഫാക്റ്റാണ് ഈ റൂൾസ് എംപ്ലോയിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് ദ തേർഡ് എലമെൻറ്റ് ഓഫ് ഡിസിപ്ലിനറി പ്രോസസ് ഇസ് ആൻ അസസ്മെൻറ്റ് മെക്കാനിസം. ഇനി ഇത് തമ്മിലൊരു അസസ്മെൻറ്റ്, അതായത് ആ ചെയ്യുന്ന വ്യക്തിയുടെ ജോലി എന്താണ്, അവൻ്റെ ബിഹേവിയർ എന്താണ്, ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ അവൻ പാലിക്കുന്നുണ്ടോ, ഇതെല്ലാം ഒരു അസസ്മെൻറ്റ്സിലൂടെ നമ്മൾ മുന്നോട്ട് നീക്കിയിരിക്കണം. സോ ദ ഇൻവെസ്റ്റിഗേഷൻ ഓർ ദ തേർഡ് എലമെൻറ്റ് or investigation of theft or falsing record. The fourth element is assessments in changing behavior. അപ്പം ഓരോ എലമെൻറ്റും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിനകത്ത് മാറ്റങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു പണിഷ്മെൻറ്റ് കിട്ടിയ വ്യക്തിയാണെങ്കിൽ ഫ്യൂച്ചറിൽ അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, ചേഞ്ചിങ് ബിഹേവിയർ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് എലമെൻറ്റ് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വർക്ക് ആൻഡ് ദി ബിഹേവിയർ റൂൾ. രണ്ടാമത് പറഞ്ഞു communication of the rule to the employee. Third is it is an assessment mechanism. And the fourth we can say the element is assisted in changing behavior. അപ്പം ഈ പറഞ്ഞ എലമെൻറ്റ്സുകളെല്ലാം തമ്മിൽ നമ്മൾ എന്തൊരു അസസ്മെൻറ്റ് നടത്തി ആ വ്യക്തിക്ക് ഈ ഡിസിപ്ലിനറി ആക്ഷൻ കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. So these are the principles of industrial discipline, or we can say essentials of a good industrial discipline. That is knowledge of rule, prompt action, fair action, well-defined procedures, constructive approach, and the last is review and revision. So I hope you all understood the topic. So prepare well, study well. This is the end of today's section. Thank you.